ഹലോ, എല്ലാവർക്കും അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. ഇവിടെ ക്രിസ്മസിനോടനുബന്ധിച്ച് ചില സ്ഥലത്തൊക്കെ ഇവിടെ വീടുകളെല്ലാം ലൈറ്റ് ഡെക്കറേഷൻസ് ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മൾ പള്ളി പെരുന്നാളും ഉത്സവമൊക്കെ കണ്ടു നടന്നുകൊണ്ട് നമുക്ക് ഈ മാലവെപ്പ് അതൊന്നും വലിയ സീനായിട്ട് തോന്നില്ല. പക്ഷേ ഇവിടുത്തെ ആളുകൾ ലൈറ്റ്സ് ഇടുന്ന ഏക ഒക്കേഷൻ നമ്മുടെ ഡിസംബർ മാസം ക്രിസ്മസിൻ്റെ ടൈമിലാണ്. അപ്പോൾ ഇവർ വീടുകളെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് ആളുകൾക്ക് വന്ന് കാണാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ ആയിട്ട് ഇവർ ഇവിടെ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂസിലൻഡിൻ്റെ പല ഭാഗത്തും ഇതേപോലെയുള്ള ലൈറ്റ് ഷോസും ഡെക്കറേഷൻസ് എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ അതിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇത് ന്യൂസിലൻഡിലെ കുമേവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള ലൈറ്റ് ഡെക്കറേഷൻസ് ആണ്. ഇത് ഇവിടെ ഓരോ വീട്ടുകാരും അവരുടെ വീട് ഡെക്കറേറ്റ് ചെയ്യും. അപ്പോൾ ഒത്തിരി ആളുകൾ കാണാനായിട്ട് വരും. അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എല്ലാം കണ്ട് ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ക്രിസ്മസൊക്കെ നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒത്തിരി വീടുകളുണ്ട് കേട്ടോ. ഒത്തിരി വീടുകൾ ഇതൊരു പല സ്ഥലത്തുനിന്നും ആളുകൾ ഈ ഒരു ലൈറ്റ്സ് കാണാൻ വേണ്ടി മാത്രം വരും. കാരണം ഇവിടെ അങ്ങനെ വേറെ സെലിബ്രേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ക്രിസ്മസ് ടൈമിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെ ഡെക്കറേഷൻ ഇതെല്ലാം നടത്തുന്നത്. കുറേ സാൻഡയുടെയും പിന്നെ സ്നോ പിന്നെ ട്രീസ് അങ്ങനെ ഒത്തിരി ഡെക്കറേഷൻസും മ്യൂസിക്കൊക്കെ വെച്ചിട്ട് ചില വീടുകളിലൊക്കെ നമുക്ക് ആളുകൾ അവിടുത്തെ ഫാമിലി മെമ്പേഴ്സും ഈ വീടിൻ്റെ മുമ്പിലിരിക്കുന്ന അവർ വൈനൊക്കെ എൻജോയ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കണ്ട് എൻജോയ് ചെയ്യാവുന്നതാണ്. ഒത്തിരി ആളുകൾ ഇത് കാണാൻ വേണ്ടി മാത്രമായിട്ട് വരുന്നുണ്ട് കേട്ടോ, ഈ ഒരു ക്രിസ്മസ് ഡെക്കറേഷൻസും കാര്യങ്ങളും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവർ വീടിൻ്റെ മുമ്പിൽ തന്നെ ഈ ഫാമിലി മെമ്പേഴ്സ് മ്യൂസിക്കൊക്കെ ഇട്ട് വൈനൊക്കെ അടിച്ച് നല്ല ചില്ലായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ കയറി ഫോട്ടോസും ഈ സാൻഡേഴ്സിൻ്റെ ഇതിൻ്റെ കൂടെയൊക്കെ ഫോട്ടോസ് എടുക്കാനും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ സാൻഡയുടെ വെഹിക്കിളാണ്, പിന്നെ റെയിൻഡിയേഴ്സ് ഉണ്ട്, പിന്നെ സ്നോമാൻ ഉണ്ട്, പിന്നെ കിവി ബേർഡിൻ്റെ അങ്ങനെ ഒത്തിരി ഡെക്കറേഷൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ ആക്ച്വലി ക്രിസ്മസ് ടൈമിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സെലിബ്രേഷൻസ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് ന്യൂസിലൻഡിലെ ക്രിസ്മസ് ഡെക്കറേഷൻസ്. ഇതിപ്പോൾ ഞാൻ ഒരു സ്ഥലം കാണിക്കുന്നുണ്ട്. ഇനി മറ്റൊരു വീഡിയോയിൽ വേറൊരു സ്ഥലത്തെ ക്രിസ്മസ് ഡെക്കറേഷൻ കാണിക്കുന്നതാണ്. ഉടനെ തന്നെ അത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ക്രിസ്മസിന് ഇങ്ങനെ അധികം ഡെക്കറേഷൻസ് ഉണ്ടാവില്ല. നമ്മൾ കൂടുതലും പെരുന്നാളുകൾക്കും ഉത്സവങ്ങൾക്കൊക്കെയാണ് നമ്മൾ കൂടുതലും ഈ മാലവെപ്പും സീരിയൽ സെറ്റൊക്കെ ഇടുന്നത്. ഇവിടെ അത് ക്രിസ്മസ് ടൈമിലാണ് ഉള്ളത്. ഇവിടെ നമുക്കൊരു 1 മണിക്കൂറോടത്തോളം നടന്ന് കാണാനുള്ള അത്രയും വീടുകൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാ വീഡിയോസും ഞാൻ കാണിക്കുന്നില്ല, കുറച്ച് ഭാഗമാണ് കാണിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ റിയാക്ഷൻസ് ഭയങ്കര കുറവാണ്, അതുകൊണ്ട് എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതിപ്പോൾ ഈ വീട്ടിൽ കണ്ടോ, ഇവിടെ ഫാമിലി മെമ്പേഴ്സ് ഫുള്ള് എൻ്റെ പുറത്ത് വന്ന് ഡാഷിങ് കസരൊക്കെ ഇട്ട് ഫുഡൊക്കെ എൻജോയ് ചെയ്ത് വൈനൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ സ്ക്രീനിൽ മ്യൂസിക്കും പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ചില്ലിങ് വൈബ് മോഡാണ്. ഇത് നല്ലൊരു ഡെക്കറേഷനാണ്. സാൻഡയുടെ വെഹിക്കിൾ ഇങ്ങനെ പോകുന്ന പോലത്തെ ഒരു ഡെക്കറേഷൻ. ഇവിടെ നിങ്ങൾക്ക് അവിടെ ഒരു പ്ലേയിങ് ഏരിയ പോലെ അവിടെ ഇങ്ങനെ ആളുകളുടെ ഈ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ച് അവരിങ്ങനെ കറങ്ങുന്ന പോലെ ഒരു ഡിസൈനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ഇവർ ആക്ച്വലി ഇതിനു വേണ്ടി ഒത്തിരി പണിയെടുത്തിട്ടുണ്ട് കേട്ടോ, ഈ ഒരു ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ വേണ്ടി. പിന്നെ ഇത് ഒത്തിരി ആളുകൾ പല സ്ഥലത്തുനിന്ന് വരുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കാണാൻ പറ്റും. പിന്നെ ഈ ക്രിസ്മസ് ട്രീ കണ്ടോ, എന്ത് ഭംഗിയായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു, ഞാൻ ഒരു നൈറ്റ് ഒരു 9 o'clock ഒക്കെ ആയ സമയത്താണ് നമ്മൾ ഈ ഒരു ലൈറ്റിങ് കാണാൻ പോയത്. അപ്പോൾ തന്നെ ആയാലും ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഈ ലൈറ്റ്സ് ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു വ്യൂവും കാര്യങ്ങളെല്ലാം ആയിരുന്നു. ഈ ഒരു വീട്ടിൽ നമുക്കൊരു വലിയൊരു സാൻഡയുടെ മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം, എയർ ബാഗ് പോലെ. അപ്പോൾ ഓരോ വീട്ടിലും പല പല ഡെക്കറേഷൻസ് ആണ് കേട്ടോ, പല വെറൈറ്റി ആയിട്ടുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു കോമ്പറ്റീഷനൊന്നും ഇല്ല, പക്ഷേ ഇത് കാണാൻ വേണ്ടി മാത്രമായിട്ട് കുറേ ആളുകൾ വരും. ഇപ്പോൾ കണ്ട ഈ വീടിൻ്റെ മുമ്പിലും കുറേ ഇവിടുത്തെ ഫാമിലി മെമ്പേഴ്സ് അവർ ഷൂ ഒക്കെ അതുമ്പോൾ വരെ ലൈറ്റൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ടൈമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആളുകൾ എൻജോയ് ചെയ്യുന്ന ഒരു ക്രിസ്മസ് ടൈമാണ്. സാധാരണ എല്ലായിടത്തും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഒരു വിൻ്റർ ടൈം അല്ലെങ്കിൽ സ്നോ ടൈമൊക്കെയാണ്. പക്ഷെ ന്യൂസിലാൻഡിൽ ആക്ച്വലി ക്രിസ്മസ് ടൈം എന്ന് പറയുന്നത് സമ്മറിലാണ്, നല്ല ചൂടായിരിക്കും. ഇവിടെ വിൻ്റർ വരുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. പക്ഷേ ക്രിസ്മസിൻ്റെ ടൈമിൽ ആക്ച്വലി നല്ല ചൂടുള്ള സമയമാണ്. ഈ ഒരു വീട്ടിൽ വന്നിട്ട് ഒത്തിരി ഡെക്കറേഷൻസ് ഉണ്ട്. പിന്നെ അവർ അവിടെ LED സ്ക്രീനിൽ വന്നിട്ട് LCD സ്ക്രീനിൽ വന്നിട്ട് ഒരു മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് വന്ന് കാണുന്നവർക്കൊക്കെ എൻജോയ് ചെയ്യാവുന്ന രീതിയിലൊക്കെ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം നമ്മുടെ ഈ ഡെക്കറേഷൻ്റെ അടുത്തൊക്കെ പോയി ഫോട്ടോ എടുക്കാനും അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ഇവർ എല്ലാം സമ്മതിക്കും. നമുക്ക് വേണമെങ്കിൽ വീടിൻ്റെ മുമ്പിലൊക്കെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഇവിടുത്തെ കിഡ്സിന് ഈ ഒരു ടൈം ഒത്തിരി ഇഷ്ടപ്പെടും. കാരണം ഇങ്ങനെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കിഡ്സ് കൂടുതൽ അട്രാക്റ്റ് ആവും. പിന്നെ ഇതൊരു വലിയൊരു വീട്, ഇവിടെ ഒത്തിരി ഡെക്കറേഷൻ മേരി ക്രിസ്മസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു വീട്ടിൽ ഇവിടെ സാൻഡയുടെ ഒരു പ്രതിമ പോലെ വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അവിടെ ഒരു ചെറിയ ബോർഡിൽ അവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കാണ് സാൻഡ ലോഡിങ് സ്റ്റോപ്പ് ആണ്. ഇവിടെ സാൻഡ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നോർത്ത് പോൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാലോ നോർത്ത് പോളിലായിരിക്കും മഞ്ഞൊക്കെ വീഴുന്ന ആ ഒരു ഐതിഹ്യം മിത്തൊക്കെയാണല്ലോ നമുക്ക് സാൻഡനെ കുറിച്ചുള്ളത്. അപ്പോൾ ഏത് വീട് എടുത്തു നോക്കിയാലും ഈ ഒരു സ്ട്രീറ്റുകളിലെല്ലാം എല്ലാവരും ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡെക്കറേഷൻ ചെയ്യാത്ത വീടുകൾ 1-2 മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് വേറൊരു വീട്. ഈ വീട്ടിലും ഒത്തിരി ഡെക്കറേഷൻസും അവിടെ ഫാമിലി മെമ്പേഴ്സ് ഡാൻസ് കളിക്കുക കണ്ടോ. അവിടെ ഒരു അമ്മയും കുട്ടിയും കൂടി ഇന്ന് ഡാൻസ് കളിക്കുന്നുണ്ടോ. ഇവരെല്ലാവരും എൻജോയ് ചെയ്ത് നല്ല ചില്ല് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഈ വീട്ടിൽ ഒത്തിരി ഡെക്കറേഷൻസ് ഉണ്ട് കേട്ടോ.
ഇത് ഈ വീടിൻ്റെ ഇതൊരു കോർണറായിട്ടാണ് ഈ ഒരു വീട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ജംഗ്ഷനിൽ ഒത്തിരി ഡെക്കറേഷൻ, ആ ഒരു കോർണർ സ്ട്രീറ്റിൻ്റെ ഒരു കോർണർ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒത്തിരി സ്പേസ് ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ഈ സാൻഡയുടെ പിന്നിൽ ബിയറൊക്കെ ആയിരുന്നു പോകുന്നത്. അങ്ങനെ ഒത്തിരി ഡെക്കറേഷൻസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി കാണാൻ പോകുന്നതാണ് ഈ ഒരു ലൈറ്റിൻ്റെ ഇതിൽ ലാസ്റ്റത്തെ വീടാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇനി കാണാൻ പോകുന്നതാണ് ഈ ഒരു ലൈറ്റിൻ്റെ ഇതിൽ ലാസ്റ്റത്തെ വീടാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ.